ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ജികോം പി എസ് സി. അടുത്ത മാസങ്ങളിലായി നടക്കാൻ പോകുന്ന ഫയർമാൻ ഡ്രൈവർ എന്നീ എക്സാമുകൾക്ക് വേണ്ടിയിട്ടുള്ള റാപ്പിഡ് റിവിഷൻ സീരീസ് ക്ലാസ്സിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ഒരു സീരീസിൽ നമ്മൾ ഫയർമാൻ എക്സാമിൻ്റെ സ്പെഷ്യൽ ടോപ്പിക്, അതേപോലെ തന്നെ ഡ്രൈവർ സ്പെസിഫിക് ആയിട്ടുള്ള സ്പെഷ്യൽ ടോപ്പിക്, ഇത് കൂടാതെ ഈ ഒരു എക്സാമിൽ ചോദിക്കാൻ സാധ്യതയുള്ള ഇമ്പോർട്ടൻറ്റ് സബ്ജക്ട്സ്, ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻസ്, ഇതെല്ലാം നമ്മൾ ഈ സീരീസിൽ ഡിസ്കസ് ചെയ്യും. സോ ക്ലാസ്സിലോട്ട് കടക്കുന്നതിന് മുമ്പ് നമുക്ക് ഇന്നലെ സത്യപ്രതിജ്ഞ ചെയ്ത പുതിയ ഗവൺമെന്റിന്, വി ഡി സതീശൻ നയിക്കുന്ന ഗവൺമെന്റിന് എല്ലാവിധ ആശംസകളും നേർന്നുകൊണ്ട് തുടങ്ങാം. ഇനി അങ്ങോട്ടുള്ള കാലഘട്ടം പി എസ് സി ഉദ്യോഗാർത്ഥികളുടെ ഒരു സുവർണ്ണ കാലഘട്ടമാവട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും നമുക്ക് ക്ലാസ്സിലോട്ട് കടക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസ് സോർട്ട് ചെയ്തിട്ടുണ്ട്. ഇതെപ്പോഴും കണ്ടിന്യൂസ്ലി റിപ്പീറ്റഡ് ആയിട്ടുള്ള ചോദ്യങ്ങളുമാണ്. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങൾ ഈ സ്പെഷ്യൽ ടോപ്പിക്കിൽ പഠിക്കേണ്ട കാര്യങ്ങളുമാണ്. ഓക്കെ, അപ്പം നമുക്ക് ആദ്യത്തെ ചോദ്യം നോക്കാം. എൽ പി ജി നിങ്ങൾ എല്ലാവരും കേട്ടിട്ടുണ്ടാവുമല്ലോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്, എൽ പി ജി. എൽ പി ജിയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്ര? എൽ പി ജിയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എത്രയാ? ബി ആണ് ഉത്തരം. എൽ പി ജിയുടെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത് 2%. 2%. ഓക്കെ, അടുത്ത ചോദ്യം. എൽ പി ജി ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തു ഏതാണ്? എൽ പി ജി ലീക്ക് തിരിച്ചറിയുന്നതിനായി ഗന്ധം നൽകുന്നതിന് എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തു. ഓക്കെ, നിങ്ങളെ വീട്ടിലൊക്കെ എൽ പി ജി ഗ്യാസ് ലീക്ക് ആയി കഴിഞ്ഞാൽ നമുക്കൊരു മണം ഉണ്ടാവില്ലേ? ആ മണത്തിന് കാരണമായിട്ടുള്ള രാസവസ്തു ഏതാണെന്നാണ് ചോദ്യം. ഏതാ? എ ആണ് ഉത്തരം. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ്. ഈഥൈൽ മെർക്യാപ്റ്റൻ. ഫയർമാൻ്റെ നിങ്ങളൊരു 4 വർഷം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ എല്ലാ ക്വസ്റ്റ്യൻസിലും ഈ ഒരു ചോദ്യം കണ്ടിന്യൂസ് ആയി ചോദിച്ചിട്ടുണ്ട്. ഇതൊരു സ്ഥിരം ചോദ്യമാണെന്ന് തോന്നുന്നു പി എസ് സിയുടെ. ഈ വർഷവും ചോദിക്കാൻ സാധ്യതയുണ്ട്. ഈഥൈൽ മെർക്യാപ്റ്റൻ ആണ് എൽ പി ജിയിൽ ചേർക്കുന്ന രാസവസ്തു ഗന്ധം തിരിച്ചറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഇസ് എ ഗ്യാഷ്യസ് ഫ്യൂവൽ? ഗ്യാഷ്യസ് ഫ്യൂവൽ ഏതാണെന്നാണ് ഇതിൽ ചോദിച്ചിരിക്കുന്നത്. ഇതിൽ ഏതാ ഗ്യാഷ്യസ് ഫ്യൂവൽ? കെറോസിൻ, കോൾ, നാഫ്ത, എൽ പി ജി. ഏതാ? എൽ പി ജി. ഇപ്പം നിങ്ങൾ വിചാരിക്കും എൽ പി ജി ലിക്വിഡ് അല്ലേ, അത് ലിക്വിഡ് ഫ്യൂവൽ അല്ലേ? ലിക്വിഡ് ആയിട്ടാണ് സ്റ്റോർ ചെയ്യുന്നത്, പക്ഷെ നമ്മൾ ഉപയോഗിക്കുന്നത് എങ്ങനെയാണ്? ഗ്യാസ് ആയിട്ടല്ലേ ഉപയോഗിക്കുന്നത്. അതിൻ്റെ ഗ്യാഷ്യസ് ഫോമിലല്ലേ നമ്മൾ ഉപയോഗിക്കുന്നത്. നമ്മൾ കൺസ്യൂം ചെയ്യുമ്പോൾ അത് ഗ്യാസ് ആയിട്ടല്ലേ പുറത്തോട്ട് വരുന്നത്. അപ്പോൾ ഗ്യാഷ്യസ് ഫ്യൂവൽ ഏതാ? എൽ പി ജി ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് എൽ പി ജിനെ പറ്റി ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഞാൻ പറഞ്ഞു എൽ പി ജിയുടെ ഫുൾ ഫോം എന്താ? ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഓക്കെ, ഇവിടെ വന്നൊരു ചോദ്യം എൽ പി ജിയുടെ എക്സ്പ്ലോസീവ് ലിമിറ്റിനെ പറ്റിയായിരുന്നു. നമ്മൾ ആദ്യത്തെ ഒരു ചോദ്യം കണ്ടില്ലേ, ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് 2% എന്ന് പറഞ്ഞൊരു ചോദ്യം കണ്ടില്ലേ. എന്താ എക്സ്പ്ലോസീവ് ലിമിറ്റ്? അതായത് ഈ ഒരു വാതകം, ഈ ഒരു എൽ പി ജി വായുവിൽ എത്ര കലർന്നാലാണ്, എത്ര അളവിൽ, എത്ര ശതമാനം ഉണ്ടെങ്കിലാണ് അത് തീ പിടിക്കാൻ അല്ലെങ്കിൽ പൊട്ടിത്തെറിക്കാൻ സാധ്യതയുള്ളത് എന്ന് പറയുന്നതിൻ്റെ ഒരു അളവാണ് എന്ത്? എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. നോക്കിക്കോ, വായുവിൽ ഒരു ഇന്ധന വാതകം, അതായത് നമ്മുടെ എൽ പി ജി എക്സാമ്പിളായിട്ട് എടുക്കുക, എത്ര അളവിൽ കലർന്നാലാണ് തീ പിടിക്കാനോ പൊട്ടിത്തെറിക്കാനോ സാധ്യതയുള്ളത് എന്നതിനെയാണ് എന്ത് പറയുന്നത്? എക്സ്പ്ലോസീവ് ലിമിറ്റ് എന്ന് പറയുന്നത്. എക്സ്പ്ലോസീവ് ലിമിറ്റ്. ഓക്കെ, എക്സ്പ്ലോസീവ് ലിമിറ്റ്. അതേപോലെ തന്നെ ഈ ലിമിറ്റ് എത്രയാണെന്ന് കൂടി ഓർത്ത് വെച്ചേക്കാം. വായുവിൽ 2% കുറവാണ് ഗ്യാസ് എങ്കിൽ 2% ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. ഏതിൻ്റെ? എൽ പി ജിയുടെ. ഈ എൽ പി ജി 2% കുറവാണ് വായുവിലെങ്കിൽ തീ കൊളുത്തിയാലും എന്ത് ചെയ്യില്ല, ഇത് എൽ പി ജി ഗ്യാസ് കത്തുകയില്ല കേട്ടോ. തീ കൊളുത്തിയാൽ പോലും ഇതിന് തീ പിടിക്കുകയില്ല 2% കുറവാണെങ്കിൽ. ഓക്കെ, 2% കൂടുതലാണെങ്കിൽ ഇതിന് തീ പിടിക്കും. നമ്മുടെ എൽ പി ജിക്ക് വായുവിൽ തീ പിടിക്കും. നമ്മൾ തീ കൊളുത്തിയാൽ തീ പിടിക്കും. ഇതേപോലെ തന്നെ ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് പഠിക്കുമ്പോൾ തന്നെ അതിൻ്റെ കൂടെ പഠിച്ചു വെച്ചേക്കാം അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ്. അതായത് ഇത് വായുവിൽ കത്താനുള്ള ഏറ്റവും ഉയർന്ന പരിധി ഇത് എത്രയാണ്? 9.5% ആണ്. 9.5%. അപ്പോൾ 2% ഏറ്റവും കുറഞ്ഞതും 9.5 ഏറ്റവും കൂടിയതാണെന്ന് കൂടി ഓർത്തു വെക്കുക. ഓക്കെ, 9.5. ലോവർ എക്സ്പ്ലോസീവ് ലിമിറ്റ് 2%, അപ്പർ എക്സ്പ്ലോസീവ് ലിമിറ്റ് 9.5% ആണ്. ഏതിൻ്റെ? എൽ പി ജിയുടെ. ഓക്കെ, എൽ പി ജി പ്രധാനമായിട്ട് എൽ പി ജിയിലെ പ്രധാന കണ്ടൻസ് എന്തൊക്കെയാ? ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ്. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്നീ ഹൈഡ്രോ കാർബണുകൾ കൊണ്ടാണ് എന്ത്? എൽ പി ജിയുടെ മെയിൻ കണ്ടന്റ് എന്ന് പറയുന്നത് ബ്യൂട്ടൈനും പ്രൊപ്പൈനും ആണ്. പ്രൊപ്പൈൻ ഇതൊന്ന് ഓർത്ത് വെച്ചേക്കാം. ബ്യൂട്ടൈൻ ആൻഡ് പ്രൊപ്പൈൻ. ഓക്കെ, ഇതൊരു ഫോസിൽ ഇന്ധനമാണ്. അതേപോലെ തന്നെ പെട്രോളിയം ഓക്കെ, എൽ പി ജി എന്താ? നേരത്തെ നമ്മുടെ പേരിൽ തന്നെ എന്താ? പെട്രോളിയം ഗ്യാസ് ആണ്. ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. ഇത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണ്? പെട്രോളിയം ശുദ്ധീകരണ വേളയിലാണ് ഇത് ലഭിക്കുന്നതെന്ന് ഓർക്കുക. ഇതൊരു ഫോസിൽ ഇന്ധനമാണ്. ഓക്കെ, അപ്പൊ എൽ പി ജി ക്ലിയർ ആയല്ലോ. പിന്നെ എൽ പി ജിയിൽ നേരത്തെ ചോദ്യം വന്ന കാര്യമാണ് എൽ പി ജിയുടെ മണം.
എൽ പി ജിക്ക് നോർമലി നിറവും ഗന്ധവും ഇല്ല. സ്വാഭാവികമായിട്ടും എൽ പി ജിക്ക് നിറമോ മണമോ ഇല്ല. പിന്നെ നമുക്ക് എൽ പി ജി മനസ്സിലാക്കാൻ വേണ്ടി അതിനൊരു സെക്യൂരിറ്റി എന്നുള്ള രീതിയിലാണ്, അതായത് എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ നമുക്ക് മണം അറിയണ്ടേ, ഈ സാധനം ലീക്കായി മനസ്സിലാവണ്ടേ. ഇതിനു വേണ്ടി ഇതിൽ ചേർക്കുന്ന ഒരു രാസവസ്തുവാണ് എന്ത്, ഈഥൈൽ മെർകാപ്റ്റൻ എന്ന് പറയുന്നത്. ഈഥൈൽ മെർകാപ്റ്റൻ. ഓക്കെ, ഈ ഈഥൈൽ മെർകാപ്റ്റൻ കാരണമാണ് ഗ്യാസ് ലീക്ക് ആകുമ്പോൾ നമുക്ക് ആ മണം വരുന്നത്. നോർമലി എൽ പി ജിക്ക് നിറമോ മണമോ ഇല്ല. ഓക്കെ ഓക്കെ ഈഥൈൽ മെർകാപ്റ്റൻ കൃത്യമായിട്ട് ഓർത്ത് നോക്കുക. എല്ലാ പരീക്ഷയിലും ചോദ്യം വരുന്നതാണ്, ഇപ്രാവശ്യവും ചോദ്യം വരുമായിരിക്കും. ഓക്കെ, പിന്നെ നിങ്ങൾ ഓർക്കേണ്ട കാര്യമാണ് എൽ പി ജിയുടെ ഡെൻസിറ്റി എന്ന് പറയുന്നത്. എൽ പി ജിയുടെ ഡെൻസിറ്റി, എൽ പി ജിക്ക് എന്താ, വായുവിനേക്കാൾ ഭാരം കൂടിയതാണ് എൽ പി ജി. വായുവിനേക്കാൾ ഭാരം കൂടിയതാണ് എൽ പി ജി. അതുകൊണ്ട് തന്നെ എൽ പി ജി വായുവിലോട്ട് ലീക്കായി കഴിഞ്ഞാൽ ഉയർന്നു പോകൂല. ഇതെന്ത് ചെയ്യും, താഴെ തറനിരപ്പിലും കുഴികളിലും എൽ പി ജി കെട്ടിക്കിടക്കും. അതുകൊണ്ട് തന്നെ എൽ പി ജി എന്താ, കുറച്ചുകൂടി നമുക്ക് അപകടം ഉണ്ടാവാൻ സാധ്യത കൂടുതലാണ് എൽ പി ജി ലീക്കായി കഴിഞ്ഞാൽ. കാരണം ഇത് ഉയർന്നു പോവില്ല, ഇത് വായുവിൽ തന്നെ കെട്ടിക്കിടക്കും. വായുവിനേക്കാൾ സാന്ദ്രത കൂടുതലാണെന്ന് കൃത്യമായിട്ട് ഓർത്തു വെക്കുക. വായുവിനേക്കാൾ എൽ പി ജിയുടെ ഭാരം കൂടുതലാണ്, സാന്ദ്രത കൂടുതലാണെന്ന് ഓർത്തു വെക്കുക. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻസ് നോക്കാം. എൽ പി ജിയെ പറ്റി തന്നെയുള്ള കുറേ ക്വസ്റ്റ്യൻസ് നമ്മളിവിടെ സോർട്ട് ചെയ്തിട്ടുണ്ട്. എൽ പി ജി ഫുൾ ഫോം ഞാൻ പറഞ്ഞല്ലോ, ലിക്വിഫൈഡ് പെട്രോളിയം ഗ്യാസ്. എൽ പി ജിക്ക് നൽകിയിരിക്കുന്ന യുണൈറ്റഡ് നേഷൻ നമ്പർ, അതായത് യുണൈറ്റഡ് നേഷൻ എൽ പി ജിനെ മനസ്സിലാക്കാൻ വേണ്ടി ഒരു UN നമ്പർ, ഒരു ഇന്റർനാഷണൽ സ്റ്റാൻഡേർഡ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അത് എത്രയാണെന്ന് ചോദിച്ചിരിക്കുന്നത്. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. എ ആണ് ഉത്തരം. UN നമ്പർ 1075. ഓക്കെ, 1075. ഇതാണ് എൽ പി ജിക്ക് UN നൽകിയ നമ്പർ 1075. ക്ലിയർ ആയിട്ട് ഓർത്തു വെക്കുക. നെക്സ്റ്റ് ഇവിടുന്ന് വരുന്ന ചോദ്യമാണ് BLEVE എന്നതിന്റെ പൂർണ്ണ രൂപം എന്താണ്? BLEVE എന്താ? സി ആണ് ഉത്തരം. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. സി ആണ് ഉത്തരം, സി. ഇത് ഇങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചു വെക്കുക. BLEVE ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ എന്ന് ഇങ്ങനെ തന്നെ പഠിച്ചു വെക്കുക. BLEVE എന്നതിന്റെ പൂർണ്ണ രൂപം. ഓക്കെ ഓക്കെ ഇനി ഒരു ചോദ്യം, CNG നിങ്ങൾ കേട്ടിട്ടുണ്ടാവുമല്ലോ. ഇന്ന് ഒരുപാട് CNG കാറുകളൊക്കെ ഇറങ്ങുന്ന സമയമല്ലേ. CNG നമ്മൾ എന്തായാലും കേട്ടിട്ടുണ്ടാവും. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്, CNGയുടെ പ്രധാന ഘടകം എന്തൊക്കെയാ? എ ആണ് ഉത്തരം. മീഥെയ്ൻ ആണ് CNGയിലെ പ്രധാന ഘടകം. ഇവിടെ ഓപ്ഷനിൽ കാണുന്ന പ്രൊപ്പൈൻ, അതേപോലെ ബ്യൂട്ടൈൻ, ഇതൊക്കെ എന്തിലെയാ? LPGയിലെ പ്രധാന ഘടകമാണ്. പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞ ഈ ഹൈഡ്രോ കാർബൺസ് എല്ലാം LPGയിലെ പ്രധാന ഘടകമാണ്. CNGയിലെ പ്രധാന ഘടകം, CNGയിലെ 80 to 90% എന്താ? മീഥെയ്ൻ ആണ്. മീഥെയ്ൻ. ഓക്കെ, ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ, BLEVE എന്താന്ന് നോക്കാം. എന്താ BLEVE? ഇതിന്റെ പേരിൽ തന്നെയുണ്ട്, ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. അതായത് ഒരു ടാങ്കിനുള്ളിലെ ദ്രാവകം, അതായത് നമ്മൾ LPG, അതിന്റെ തിളനിലയേക്കാൾ, അതിന്റെ ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന താപനിലയിൽ ഉണ്ടായിക്കഴിഞ്ഞാൽ, ഉയർന്ന താപനിലയിൽ ഇരിക്കുമ്പോൾ എന്ത് സംഭവിക്കും? അതായത് ഇതിന്റെ നോർമൽ ടെമ്പറേച്ചറിനേക്കാൾ ഒരുപാട് ഹയർ ടെമ്പറേച്ചറിൽ, ബോയിലിംഗ് പോയിന്റിനേക്കാൾ ഉയർന്ന ടെമ്പറേച്ചറാണ് ഉള്ളതെങ്കിൽ എന്ത് സംഭവിക്കും? ടാങ്ക് പൊട്ടിത്തെറിക്കും. ഈ ഒരു അവസ്ഥയാണ് എന്ത്? ബോയിലിംഗ് ലിക്വിഡ് എക്സ്പാൻഡിങ് വേപ്പർ എക്സ്പ്ലോഷൻ. ഓക്കെ, ഇതിന്റെ ഫുൾ ഫോം നിങ്ങൾ അങ്ങനെ തന്നെ ഒന്ന് പഠിച്ചു വെക്കുക. BLEVE അങ്ങനെ തന്നെ ബൈഹാർട്ട് ചെയ്ത് വെക്കുക. ഇത് പ്രധാനമായിട്ടും LPG ടാങ്കറുകളാണ് സംഭവിക്കാറ്. LPG ലീക്ക് ആയി കഴിഞ്ഞാൽ, ചില സമയത്ത് ടാങ്കർ എന്തെങ്കിലും ആക്സിഡന്റ് ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, ടാങ്കർ തണുപ്പിക്കാൻ വേണ്ടി നമ്മുടെ ഫയർഫോഴ്സിന്റെ ആൾക്കാർ അതിന്റെ മുകളിലേക്ക് വെള്ളം ഒഴിച്ച് അതിനെ, ഈ ടാങ്കിനെ തണുപ്പിക്കുന്ന ഒരു പ്രോസസ്സ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ ഒരു എക്സ്പാൻഡിങ് എക്സ്പ്ലോഷൻ കുറക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്യുന്നത്. മനസ്സിലായല്ലോ? അപ്പോൾ LPG നമ്മൾ ക്ലിയർ ആയിട്ട് പഠിച്ചു. ഇനി ഇവിടുന്ന് ചോദ്യം വരുന്ന ഒരു ഭാഗം CNGയെ പറ്റിയാണ്. CNG കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതൊരു നാച്ചുറൽ ഗ്യാസ് ആണ്. ഇതെങ്ങനെ എക്സ്ട്രാക്ട് ചെയ്യുന്നത്? പ്രകൃതിവാതകം, അതായത് ഭൂഗർഭ പാളികളിൽ നിന്ന് ലഭിക്കുന്ന ഒരു സാധനമാണ് എന്ത്? CNG, കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. നമ്മുടെ ഭൂമിയിൽ നിന്ന് കുഴിച്ചെടുക്കുന്ന ഒരു സാധനമാണ് CNG എന്ന് ഓർക്കുക. കംപ്രസ്ഡ് നാച്ചുറൽ ഗ്യാസ്. ഇതിലെ പ്രധാന ഘടകം ഞാൻ നേരത്തെ ക്വസ്റ്റ്യൻ പറഞ്ഞപ്പോൾ പറഞ്ഞു, മീഥെയ്ൻ ആണ്. 80 to 90%, 80 to 90% എന്താ? മീഥെയ്ൻ ആണ് CNGയിലെ പ്രധാന ഘടകം. CNGയിലെ LPGയിലാണെങ്കിൽ പ്രൊപ്പൈൻ, ബ്യൂട്ടൈൻ ഞാൻ പറഞ്ഞു. CNGയിലാണെങ്കിൽ മീഥെയ്ൻ ആണെന്ന് ഓർക്കുക. ഓക്കെ, പിന്നെ ഇതിന്റെ സവിശേഷതകൾ നോക്കാം. ഇതിന്റെ സാന്ദ്രത, ഇത് വായുവിനേക്കാൾ ഭാരം കുറഞ്ഞതാണ്. CNG വായുവിനേക്കാൾ ഭാരം കുറവാണ്. LPG ആണെങ്കിലോ വായുവിനേക്കാൾ ഭാരം കൂടുതലാണ്. അപ്പോൾ CNGക്ക് വായുവിനേക്കാൾ ഭാരം കുറവായതുകൊണ്ട് തന്നെ എന്ത് സംഭവിക്കും? ചോർച്ച ഉണ്ടായി കഴിഞ്ഞാൽ CNG അന്തരീക്ഷത്തിൽ മുകളിലോട്ട് ഉയർന്നു പോകും. അതിങ്ങനെ താഴെ നമ്മുടെ തറനിരപ്പിലോ അല്ലെങ്കിൽ കുഴികളിലൊന്നും കെട്ടിക്കിടക്കില്ല.
ലീക്ക് ആയി കഴിഞ്ഞാൽ ഇത് എന്ത് ചെയ്യും, മുകളിലോട്ട് ഉയർന്നു പോകും. അതുകൊണ്ട് തന്നെ CNG എന്തായിട്ട് കണക്കാക്കുന്നു, LPGനെ അപേക്ഷിച്ച് സുരക്ഷിതമായിട്ട് നമ്മൾ CNGനെ കണക്കാക്കുന്നു. ഓക്കെ, LPG അപേക്ഷിച്ച് CNG സുരക്ഷിതമാണ്. ഇങ്ങനെ ഒരു സ്റ്റേറ്റ്മെന്റ് ആയിട്ട് ക്വസ്റ്റ്യൻ വരുന്നത് നോക്കാം. LPG ആണ് കൂടുതൽ സുരക്ഷിതം അല്ലെങ്കിൽ CNG ആണ്, നിങ്ങൾക്ക് സ്റ്റേറ്റ്മെന്റ് വരാം. അപ്പോൾ നിങ്ങൾ ഓർക്കുക, CNGക്ക് ഭാരം കുറവായതുകൊണ്ട് തന്നെ, ഭാരം കുറവായ സാധനം എന്ത് ചെയ്യും, ലീക്ക് ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ഉയർന്നങ്ങ് പോകും. പിന്നെ അതിനവിടെ കെട്ടിക്കിടക്കുന്നില്ല, അതുകൊണ്ട് നമുക്ക് കൂടുതൽ സുരക്ഷാ പ്രശ്നങ്ങളില്ല. അപ്പോൾ LPGനെ അപേക്ഷിച്ച് CNG സുരക്ഷിതമാണെന്ന് ഓർക്കുക. അതേപോലെ തന്നെ CNG എന്താ, പരിസ്ഥിതി സൗഹൃദവുമാണ്. പരിസ്ഥിതി സൗഹൃദം, നമ്മൾ ഇന്നത്തെ കാലത്ത് ഒരുപാട് വണ്ടികൾ CNGയിലോട്ട് കൺവേർട്ട് ചെയ്യുന്നുണ്ട്. അത് എക്കണോമിക്കൽ പോയിന്റ് ഓഫ് വ്യൂവിൽ മാത്രമല്ല, CNGക്ക് എന്താ, പെട്രോളിനെയും ഡീസലിനെയും അപേക്ഷിച്ച് വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ CNG കാർബൺ മോണോക്സൈഡ് പുറത്തുവിടുന്നുള്ളൂ. അതുകൊണ്ട് ഇതൊരു പരിസ്ഥിതി സൗഹൃദമായിട്ടുള്ള ഇന്ധനമാണ്, ഇന്ധനമായിട്ട് കണക്കാക്കുന്നു. അതിനാൽ ഇതിനെ എന്ത് വിളിക്കും, ക്ലീൻ ഫ്യൂവൽ എന്ന് വിളിക്കുന്നു. ക്ലീൻ ഫ്യൂവൽ. ഡൽഹിയിലൊക്കെ ഒരുപാട് പൊല്യൂഷന്റെ പ്രശ്നമുള്ള ഡൽഹിയിലൊക്കെ വർഷങ്ങൾക്ക് മുമ്പ് തന്നെ വാഹനങ്ങൾ CNG ഉപയോഗിക്കാറുണ്ട്. അല്ലെങ്കിൽ ഡൽഹിയിലെ ബസ്സുകൾ, പബ്ലിക് ട്രാൻസ്പോർട്ടിൽ എന്താ, പൂർണ്ണമായിട്ടും CNGയിലോട്ട് അവർ കൺവേർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന് കാരണം CNG വളരെ കുറഞ്ഞ അളവിൽ മാത്രമേ കാർബൺ മോണോക്സൈഡ് പുറത്തു വിടുള്ളൂ. പൂർണ്ണമായിട്ടും കാർബൺ മോണോക്സൈഡ് പുറന്തള്ളില്ല എന്നല്ല, വളരെ കുറഞ്ഞ അളവിൽ, പെട്രോളിനും ഡീസലിനും വെച്ച് നോക്കുമ്പോൾ വളരെ കുറഞ്ഞ അളവിലേ ഇത് പുറന്തള്ളുള്ളൂ. അതേപോലെ തന്നെ CNGയുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ, ജ്വലന താപം, ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഇത് CNG വളരെ പെട്ടെന്ന് തീപിടിക്കില്ല. CNGയുടെ ഇഗ്നീഷൻ ടെമ്പറേച്ചർ വളരെ കുറവാണ്. നെക്സ്റ്റ് ഈ ഭാഗത്ത് നിന്ന് സ്ഥിരമായിട്ട് വരുന്ന ചോദ്യമാണ് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റ്. താഴെ പറയുന്നവയിൽ ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റിൽ ഉൾപ്പെടാത്ത ഘടകം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. നിങ്ങൾ ഈ പിക്ചർ നോക്കുക. ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റ്, അതായത് തീ കത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ഇതിനെയാണ് ഫയർ ട്രയാങ്കിൾ എന്ന് പറയുക, അഗ്നി ത്രികോണം എന്ന് പറയുന്നത്. ഈ 3 കാര്യങ്ങൾ ഉണ്ടാകുമ്പോഴാണ് തീ കത്തുന്നത്. ഒന്നെന്താ, ഓക്സിജൻ വേണം, ഹീറ്റ് വേണം, കത്താൻ പിന്നെ വേറെന്ത് വേണം, ഫ്യൂവലും കൂടി വേണം. ഈ 3 കാര്യങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഫയർ ട്രയാങ്കിൾ എന്ന് പറയുന്നത്, അഗ്നി ത്രികോണം. പിന്നെ ഈ ക്വസ്റ്റ്യനിലോട്ട് നോക്കിയേ, ഉൾപ്പെടാത്ത ഘടകമാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്സിജൻ ഉൾപ്പെടുമോ? ഉൾപ്പെടും. ഇന്ധനം ഉൾപ്പെടുമോ? ഇന്ധനം ഉൾപ്പെടും. താപം ഉൾപ്പെടുമോ? താപം ഉൾപ്പെടും. ഏതാ ഉൾപ്പെടാത്തത്? ജലം വേണോ തീ കത്താൻ? ജലം വേണ്ട. ബി ആണ് ഉത്തരം. ഫയർ ട്രയാങ്കിൾ ഒന്ന് കൃത്യമായിട്ട് ഓർക്കുക. വളരെ സിമ്പിൾ ആണ് ഫയർ ട്രയാങ്കിൾ കൺസെപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ കുറച്ച് കാര്യങ്ങൾ ഇവിടെ പഠിക്കണം, എന്നിട്ട് നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് കടക്കാം. നിങ്ങൾ ഈ പ്രീവിയസ് ക്വസ്റ്റ്യൻസ് എടുത്ത് നോക്കിയാൽ പല ക്വസ്റ്റ്യൻസും കാണാം. ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, ഇതൊക്കെ എന്താണ്? ഓക്കെ, ഫ്ലാഷ് പോയിന്റ് എന്താ? ഫ്ലാഷ് പോയിന്റ് പെട്ടെന്ന് മിന്നിക്കത്താൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ താപനില, അതാണ് എന്ത്, ഫ്ലാഷ് പോയിന്റ്. എന്ന് വെച്ചാൽ ഒരു ഇന്ധനം, ഇപ്പം നിങ്ങൾ പെട്രോൾ എടുക്കുക, പെട്രോൾ അതിന്റെ വേപ്പർ പെട്ടെന്നൊന്ന് ഒരു ചെറിയൊരു ഫ്ലാഷ് ആയിട്ട് കത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആണ് എന്ത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആവാൻ, അതായത് ഒന്ന് നമ്മൾ പെട്ടെന്ന് എരിയില്ല, പെട്ടെന്ന് ഒന്ന് കത്താൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ, ഒരു ചെറിയൊരു ഫ്ലാഷ് വരാനുള്ള ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ ആണ് എന്ത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റിൽ എന്താ, തീ പെട്ടെന്ന് അണഞ്ഞു പോകും. ജസ്റ്റ് ഒന്ന് ഫ്ലാഷ് ആവും, ഒന്ന് മിന്നി കത്തുക എന്ന് പറയില്ലേ, അങ്ങനെ ഒന്ന് കത്തി അത് പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകും. ഏറ്റവും കുറഞ്ഞ താപനിലയായിരിക്കും ഇത്. അതായത് ഈ ഇന്ധനം കത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനില, ജസ്റ്റ് ഒരു ഫ്ലാഷ് ഉണ്ടാവാനുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്ത്, ഫ്ലാഷ് പോയിന്റ്. ഇവിടെ എന്താ, തീ ഒന്ന് ഫ്ലാഷ് ആയി പെട്ടെന്ന് തന്നെ അണഞ്ഞു പോകും. അതിന് കാരണം എന്താ, ആവശ്യമായിട്ടുള്ള വാതകം ഉണ്ടാവില്ല. ജസ്റ്റ് ഏറ്റവും കുറഞ്ഞൊരു ടെമ്പറേച്ചറിലെ കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത് ജസ്റ്റ് ഒരു ഫ്ലാഷ് വരാനുള്ള ടെമ്പറേച്ചർ എത്രയാണെന്നാണ് പറയുന്നത്. ഈ ഇതിനെയാണ് എന്ത് പറയുന്നത്, ഫ്ലാഷ് പോയിന്റ് എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റ്. ഓക്കെ, ഫ്ലാഷ് പോയിന്റ് പോലെ തന്നെ നിങ്ങൾ പഠിക്കേണ്ട കാര്യമാണ് ഫയർ പോയിന്റ്. എന്താ ഫയർ പോയിന്റ്? തുടർച്ചയായി കത്താൻ ആവശ്യമായിട്ടുള്ള ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്ത്, ഫയർ പോയിന്റ്. അതായത് ഈ ഒരു ഇന്ധനത്തിന് നമ്മളൊരു സ്പാർക്ക് കൊടുത്തു കഴിഞ്ഞാൽ, ഫ്ലാഷ് പോയിന്റ് കാര്യത്തിൽ ജസ്റ്റ് ഒരു ഫ്ലാഷ് വന്നത് കെടും, എന്നാൽ അതൊരു 5 സെക്കൻഡ്, ചുരുങ്ങിയത് മിനിമം ഒരു 5 സെക്കൻഡെങ്കിലും നിർത്താതെ കത്താൻ ആവശ്യമായിട്ടുള്ള ഒരു ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്, ഫയർ പോയിന്റ് എന്ന് പറയുന്നത്. ഒരു ഇന്ധനത്തിന്റെ ഫയർ പോയിന്റ് എന്ന് പറയുന്നത് അത് തുടർച്ചയായി കത്താൻ ആവശ്യമായിട്ടുള്ള കുറഞ്ഞ താപനിലയാണ്. ഓക്കെ, ചുരുങ്ങിയത് ഒരു 5 സെക്കൻഡെങ്കിലും. അപ്പം ഇതിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് എന്താ, ഫ്ലാഷ് പോയിന്റിനേക്കാളും കൂടുതലായിരിക്കും ഫയർ പോയിന്റിന്റെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഫ്ലാഷ് പോയിന്റിനേക്കാൾ കൂടുതലായിരിക്കും. ഇവിടെ 5 സെക്കൻഡ് കത്തുന്നുണ്ടെങ്കിൽ അതിന് അർത്ഥം എന്താ, കത്താൻ ആവശ്യമായിട്ടുള്ള വാതകം, വേപ്പർ അവിടെ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം. ഓക്കെ, കത്താൻ ആവശ്യമായിട്ടുള്ള വേപ്പർ, ആവശ്യത്തിനുള്ള വാതകം, ഫ്യൂവൽ ഉണ്ടായിരിക്കും എന്നാണ് അർത്ഥം ഫയർ പോയിന്റിൽ. അത് നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഫ്ലാഷ് പോയിന്റ് എന്താ, ഫയർ പോയിന്റ് എന്താ, ഏതിനാണ് ടെമ്പറേച്ചർ കുറവ്, ഫയർ പോയിന്റിനാണോ ഫ്ലാഷ് പോയിന്റിനാണോ,
അതേപോലെ ഫയർ പോയിന്റ് എത്ര നേരം കത്തും, അത് തുടർച്ചയായി കത്തുമോ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. പിന്നെ നമ്മൾ കുറച്ച് മുമ്പ് പറഞ്ഞ കാര്യമാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്താ ഇഗ്നിഷൻ ടെമ്പറേച്ചർ? പുറമേ നിന്ന് ഒരു തീപ്പൊരിയോ ജാലയോ ഒന്നും കൊടുക്കാതെ ഒരു വാതകം വായുവിൽ തനിയെ കത്താൻ തുടങ്ങുന്ന ഏറ്റവും കുറഞ്ഞ താപനിലയാണ് എന്ത്? ഇഗ്നിഷൻ ടെമ്പറേച്ചർ. ഏറ്റവും കുറഞ്ഞ താപനിലയാണ് ഇഗ്നിഷൻ ടെമ്പറേച്ചർ. കുറഞ്ഞ താപനിലയാണ്, ഇത് നിങ്ങൾക്ക് മാറിപ്പോകാൻ പാടില്ല. അതായത് നമ്മൾ ഒരു ഫ്യൂവൽ നമ്മൾ വായുവിലെടുത്തു, അതിന് നമ്മൾ ഇഗ്നിഷനോ തീപ്പൊരിയോ ഒന്നും കൊടുക്കുന്നില്ല, ജസ്റ്റ് നമ്മൾ നമ്മുടെ ഓപ്പൺ എയറിൽ ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഈ ഓപ്പൺ എയറിൽ പുറത്തുനിന്ന് ഒരു ഇൻപുട്ടും കൊടുക്കാതെ ഇത് സ്വയം കത്താൻ തുടങ്ങുന്ന ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചറിനെയാണ് എന്ത് പറയുന്നത്? ഇഗ്നിഷൻ ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. അതിനൊരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ പറഞ്ഞിരിക്കുന്നത് ഫോസ്ഫറസ്, വൈറ്റ് ഫോസ്ഫറസ്. വൈറ്റ് ഫോസ്ഫറസ് നമ്മൾ വായുവിൽ ഓപ്പൺ എയറിൽ തുറന്നു വെച്ച് കഴിഞ്ഞാൽ അത് തനിയെ തീപിടിക്കും. കാരണം അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ കുറവായതുകൊണ്ടാണ്. ഓക്കെ, നേരത്തെ നമ്മൾ CNGയുടെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ ഇവിടെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ? എത്രയായിരുന്നു? CNGയുടെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ 540 ഡിഗ്രി സെൽഷ്യസ് ആണ്. 540 ഡിഗ്രി സെൽഷ്യസ്. അതിൻ്റെ ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ കൂടുതലാണെന്ന് ഓർക്കുക CNGയുടെ. അപ്പോൾ ഇത് തുമ്മ തുറന്നു വെച്ചാൽ പെട്ടെന്നൊന്നും അങ്ങനെ തീപിടിക്കുന്ന സാധനമല്ല CNG എന്നുകൂടി ഓർക്കുക. മനസ്സിലായല്ലോ? ഓക്കെ, അപ്പോൾ ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, ഈ കൺസെപ്റ്റ് എല്ലാം നിങ്ങൾ നോക്കുക. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോവാം. താഴെ പറയുന്നവയിൽ ശരി ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ശരി ഏതാ? ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് കൂടുതലാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ, ഇപ്പോൾ എക്സാമ്പിൾ നമുക്ക് പെട്രോൾ എടുക്കാം. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് കൂടുതലാണോ കുറവാണോ? കൂടുതലാണ്. പെട്രോൾ പെട്ടെന്ന് തീപിടിക്കില്ല. ഡീസലിനെയോ അല്ലെങ്കിൽ നമ്മുടെ ഗ്യാസിനെയൊക്കെ അപേക്ഷിച്ച് പെട്രോളിന് എന്താ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാണ്. പെട്രോൾ പെട്ടെന്ന് സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ എക്സാമ്പിൾ പെട്രോൾ, ഇതിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു. ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതാകുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറഞ്ഞ ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. ഒരു -ഡിഗ്രി ടെമ്പറേച്ചർ ആണെന്ന് വിചാരിക്കുക. ഇവിടെ പോലും എന്താ പെട്രോളിന് സ്പാർക്ക് ഉണ്ടാവും. അപ്പോൾ അതിന്റെ ഫ്ലാഷ് പോയിന്റ് എന്താ ഉദ്ദേശിക്കുന്നത്? ഫ്ലാഷ് പോയിന്റ് വളരെ കുറവായിരിക്കും. ഫ്ലാഷ് പോയിന്റ് എന്താ? മിനിമം നമ്മൾ അതിനൊരു സ്പാർക്ക് ഉണ്ടാവാനുള്ള ടെമ്പറേച്ചർ, ഏറ്റവും കുറഞ്ഞ ടെമ്പറേച്ചർ. ഇത് ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങൾക്ക് ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതായിരിക്കും. ഓക്കെ, കൺസെപ്റ്റ് മനസ്സിലായല്ലോ? കൃത്യമായിട്ട് ഓർത്തിരിക്കുക. ജ്വലനശേഷി കൂടിയ ദ്രാവകങ്ങളുടെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറഞ്ഞതായിരിക്കും. എക്സാമ്പിൾ പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാണെന്ന് ഓർക്കുക. നമ്മുടെ റൂം ടെമ്പറേച്ചറിലും വളരെ കുറഞ്ഞ -ഡിഗ്രി ടെമ്പറേച്ചറിലും പെട്രോളിന് കത്താൻ സാധിക്കുമെന്ന് ഓർക്കുക. ഓക്കെ, താഴെ പറയുന്നവയിൽ ഏറ്റവും കുറഞ്ഞ ഫ്ലാഷ് പോയിന്റ് ഉള്ള വസ്തു ഏതാണ്? അതായി ചോദ്യം. നിങ്ങൾ നോക്കുക, ഏതാണ് താഴെ പറയുന്നവയിൽ? ഞാൻ ഇപ്പോൾ പറഞ്ഞ എക്സാമ്പിൾ പെട്രോൾ ആണ്. പെട്രോൾ, ഡി ആണ് ഉത്തരം. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് വളരെ കുറവാണെന്ന് ഓർക്കുക. പെട്രോൾ. അതിലും മുകളിലാണ് ഡീസലും നാഫ്ത, മണ്ണെണ്ണയൊക്കെ. പെട്രോളിനാണ് ഫ്ലാഷ് പോയിന്റ് ഏറ്റവും കുറവ്. പെട്രോൾ പെട്ടെന്ന് തീപിടിക്കും. ഇതൊരു ജ്വലനശേഷി കൂടിയ ദ്രാവകമാണ് പെട്രോൾ. ഒരു വസ്തു ജ്വലന സ്രോതസ്സിന്റെ സഹായമില്ലാതെ സ്വയം കത്തുന്നതിനാവശ്യമായ ഏറ്റവും കുറഞ്ഞ ഊഷ്മാവ് എന്താ? ഇതാണ് നമ്മളിപ്പോൾ പറഞ്ഞ എന്ത്? ഇഗ്നീഷൻ ടെമ്പറേച്ചർ, ജ്വലനോഷ്മാവ്, ഇഗ്നീഷൻ ടെമ്പറേച്ചർ. അതായത് നമ്മൾ പുറത്തുനിന്ന് ഇൻപുട്ട് ഒന്നും കൊടുക്കണ്ട, നമ്മളൊന്നും കൊടുക്കണ്ട. വൈറ്റ് ഫോസ്ഫറസ് നമ്മൾ വെറുതെ എയറിലെടുത്ത് ഇങ്ങനെ കയ്യിൽ പിടിച്ചു കഴിഞ്ഞാൽ അതിനെന്ത് ചെയ്യും? തീപിടിക്കും. അതിന്റെ എന്താ? ഇഗ്നീഷൻ ടെമ്പറേച്ചർ കുറവായതുകൊണ്ടാണ്. ഓക്കെ, നേരത്തെ നമ്മൾ CNGയുടെ കാര്യം പറഞ്ഞു. ഇഗ്നിഷൻ ടെമ്പറേച്ചർ വളരെ കൂടുതലാണ്. അങ്ങനെ പെട്ടെന്നൊന്നും വായിൽ തുറന്നു വെച്ചാൽ തീപിടിക്കില്ല എന്നും പറഞ്ഞു. അതുകൊണ്ട് അത് സുരക്ഷിതമായിട്ടും കണക്കാക്കും. ഓക്കെ, ഈ കൺസെപ്റ്റ്സ് ഫ്ലാഷ് പോയിന്റ്, ഫയർ പോയിന്റ്, ഇഗ്നിഷൻ ടെമ്പറേച്ചർ, ഫ്ലാഷ് പോയിന്റ് കൂടിയ ഇന്ധനം ഏതാ, ഫ്ലാഷ് പോയിന്റ് കുറഞ്ഞത് ഏതാ, ഇതൊക്കെ നിങ്ങളൊന്ന് കൃത്യമായിട്ട് ഓർത്ത് വെക്കുക. മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ് എത്ര? ഇത് നിങ്ങൾ ബൈഹാർട്ട് അങ്ങനെ തന്നെ പഠിച്ചോളൂ. ഡി ആണ് ഉത്തരം. 38 ഡിഗ്രി സെൽഷ്യസ് ആണ്. 38 ഡിഗ്രി സെൽഷ്യസ്. 38 ഡിഗ്രി സെൽഷ്യസ് മണ്ണെണ്ണയുടെ ഫ്ലാഷ് പോയിന്റ്. ഇവിടെ -43 ഡിഗ്രി സെൽഷ്യസ് ഉണ്ടല്ലോ. ഇത് എന്തിന്റെ ഫ്ലാഷ് പോയിന്റാ? പെട്രോളിന്റെ ആണ്. പെട്രോളിന്റെ, നിങ്ങളൊന്ന് ഓർത്ത് വെച്ചേക്കുക. പെട്രോളിന്റെ ഫ്ലാഷ് പോയിന്റ് ആണ് എന്ത്? -43 ഡിഗ്രി സെൽഷ്യസ്. അതായത് നമ്മുടെ റൂം ടെമ്പറേച്ചറിനേക്കാളും വളരെ കുറവ്, -43 ഡിഗ്രി സെൽഷ്യസിലും പെട്രോളിന് സ്പാർക്ക് ഉണ്ടാവും. നമ്മളൊരിത് കൊടുത്തു കഴിഞ്ഞാൽ അതിന്റെ വേപ്പേഴ്സ് ഫ്ലാഷ് ചെയ്യും എന്ന് ഓർക്കുക. -43 ഡിഗ്രി സെൽഷ്യസ് പെട്രോളിന്റെ ആണ്. മണ്ണെണ്ണയുടെ ചോദിച്ചുകൊണ്ട് ഇനിയിപ്പോൾ അടുത്ത ചോദ്യം പെട്രോളിന്റെ ആയിരിക്കും. കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ബൈഹാർട്ട് അങ്ങനെ പഠിച്ചു വെക്കുക. മണ്ണെണ്ണയുടെ 38 ഡിഗ്രി സെൽഷ്യസ് ആണെന്ന് ഓർക്കുക. 38 ഡിഗ്രി സെൽഷ്യസ്. ഉത്പതനം, സബ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്ന ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. സംഭവിക്കാത്തത് ഏത് ഖരപദാർത്ഥത്തിലാണ്?
സബ്ലിമേഷൻ. അതിനു മുമ്പ് നമുക്ക് സബ്ലിമേഷൻ എന്താണെന്ന് നോക്കാം. എന്താ സബ്ലിമേഷൻ? ഉത്പതനം എന്ന് ചോദ്യത്തിലുണ്ടാവും. ചിലപ്പോൾ ബ്രാക്കറ്റിൽ സബ്ലിമേഷൻ എന്നും തരും. ഒരു ഖരരൂപത്തിലുള്ള വസ്തു ദ്രാവകമാകാതെ നേരിട്ട് വാതകമായി മാറുന്ന പ്രതിഭാസമാണ് എന്ത്? സബ്ലിമേഷൻ എന്ന് പറയുന്നത്. അതായത് ഖരരൂപത്തിലുള്ള ഒരു സാധനം, ഒരു വസ്തു, അത് നമ്മൾ കത്തിച്ചു കഴിഞ്ഞാലോ ഉപയോഗിച്ചു കഴിഞ്ഞാലോ ദ്രാവകമാവുന്നില്ല, നേരിട്ട് വാതകമായി മാറുന്ന പ്രതിഭാസമാണ് സബ്ലിമേഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ്, ഉത്പതനം. സബ്ലിമേഷൻ എന്ന പ്രക്രിയ താഴെ പറയുന്നതിൽ ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത്? സബ്ലിമേഷൻ ഏത് ഖരപദാർത്ഥത്തിലാണ് സംഭവിക്കാത്തത് എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതിലാ? ഡി ആണ് ഉത്തരം. സോഡിയം ക്ലോറൈഡ് ആണ് ഉത്തരം. സോഡിയം ക്ലോറൈഡ്. സബ്ലിമേഷൻ എന്ന് വെച്ചാൽ അതായത് ഒരു ഖരരൂപത്തിലുള്ള ഒരു വസ്തു ചൂടായി കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ദ്രാവകമാകാതെ നേരിട്ട് വാതകമാകുന്ന പ്രക്രിയയാണ് നമ്മൾ എന്ത് പറയുന്നത്? ഉത്പതനം അഥവാ സബ്ലിമേഷൻ എന്ന് പറയുന്നത്. ഇത് സംഭവിക്കാത്തത് ഏതിലെന്നാണ് ചോദിച്ചിരിക്കുന്നത്? സോഡിയം ക്ലോറൈഡ് ആണ്, നമ്മുടെ ഉപ്പ്, സോഡിയം ക്ലോറൈഡ്. അടുത്ത ക്വസ്റ്റ്യൻ, ചുവടെ ചേർക്കുന്നവയിൽ ദ്രവണാങ്കം മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹം. മെൽറ്റിംഗ് പോയിന്റ് ഏറ്റവും കൂടിയ ലോഹം ഏതാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇതിലേതാ? ടങ്സ്റ്റൺ ആണ്. ടങ്സ്റ്റൺ ആണ് ഏറ്റവും ഈ തന്നിരിക്കുന്നതിൽ ഏറ്റവും മെൽറ്റിംഗ് പോയിന്റ് കൂടിയ ലോഹം. ടങ്സ്റ്റൺ. എ ആണ് ഉത്തരം. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ പറയുന്നവയിൽ വീണ്ടും സബ്ലിമേഷനെ പറ്റി ഉത്പാദനത്തിന് ഉദാഹരണമായി പറയാവുന്ന വസ്തുവിനെ ചോദിച്ചിരിക്കുന്നത്. ഈ പറയുന്നതിൽ ഏതാ ഉത്പാദനത്തിന് ഉദാഹരണമായി പറയാൻ പറ്റുന്നത്? നമ്മളിപ്പോൾ പഠിച്ചു, കർപ്പൂരം. ബി ആണ് ഉത്തരം. രണ്ട് മാത്രം. കർപ്പൂരം ദ്രാവകമാകാതെ നേരിട്ട് വാതകമാവുന്നു ഓർക്കുക. ഉത്പാദനത്തിന്റെ, സബ്ലിമേഷന്റെ ഒരു എക്സാമ്പിൾ ആണ് കർപ്പൂരം. ഓക്കെ, ജലത്തിന്റെ ബാഷ്പീകരണ ലീന താപം എന്ന് വെച്ചാൽ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അതായത് ദ്രാവകമായിട്ടുള്ള ഒരു സാധനം ദ്രാവകാവസ്ഥയിൽ നിന്ന് വേപ്പർ ആവാൻ വേണ്ടി, വാതകം ആവാൻ വേണ്ടിയിട്ടുള്ള ടെമ്പറേച്ചർ ആണ് എന്ത്? ലേറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത്. ഒരു ദ്രാവകത്തിന് വാതകം ആവാൻ ആവശ്യമായിട്ടുള്ള ടെമ്പറേച്ചർ ആണെന്ത്? ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ. അത് ജലത്തിന്റെ എത്രയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഇങ്ങനെ ബൈഹാർട്ട് പഠിച്ചു വെച്ചേക്കുക. ജലത്തിന്റെ ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ എന്ന് പറയുന്നത് 540 കിലോ കലോറിയാണ്, 540. ഇതങ്ങനെ തന്നെ ബൈഹാർട്ട് പഠിച്ചേക്കുക. സി ആണ് ഉത്തരം. 540 കിലോ കലോറിയാണ് ലാറ്റന്റ് ഹീറ്റ് ഓഫ് വേപ്പറൈസേഷൻ ഓഫ് വാട്ടർ, ജലത്തിന്റെ. ഓക്കെ, അടുത്ത ചോദ്യം. താഴെ കൊടുത്തിരിക്കുന്നവയിൽ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് ഏത് വിധത്തിലാണ്? സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള താപപ്രസരണം ആണ് ചോദിച്ചിരിക്കുന്നത്. സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്കുള്ള താപപ്രസരണം. ഏതാ ഉത്തരം? സി ആണ് ഉത്തരം. വികിരണം, റേഡിയേഷൻ ആണ്. സൂര്യനിൽ നിന്നും ഭൂമിയിലേക്കുള്ള താപപ്രസരണം റേഡിയേഷൻ ആണ്, വികിരണം. സി. ഇനി നമുക്ക് 2-3 മെത്തേഡ് ഓഫ് താപപ്രസരണ രീതികൾ നോക്കാം, അല്ലെങ്കിൽ താപ കൈമാറ്റ രീതികൾ നോക്കാം. ചാലനം, ഇതൊക്കെ നിങ്ങൾ സ്കൂൾ മുതലേ കേൾക്കുന്നതായിരിക്കും. ചാലനം, സംവഹനം, വികിരണം, ഇതൊക്കെ. ചാലനം അഥവാ കണ്ടക്ഷൻ എന്താ? ഖരവസ്തുക്കളിലൂടെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെ താപം കൈമാറുന്ന രീതിയാണ് എന്ത്? ചാലനം. ഖരവസ്തുക്കളിലൂടെ തന്മാത്രകളുടെ സ്ഥാനമാറ്റം ഇല്ലാതെ താപം കൈമാറുന്ന രീതിയാണ് ചാലനം. സംവഹനം എന്താ? ചാലനം ഖരവസ്തുക്കളിലൂടെയാണ്. സംവഹനം ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയുമാണ്. ദ്രാവകങ്ങളിലൂടെയും വാതകങ്ങളിലൂടെയും തന്മാത്രകളുടെ ചലനം വഴി താപം കൈമാറുന്ന രീതിയാണ് എന്ത്? സംവഹനം. വികിരണം മാധ്യമത്തിന്റെ സഹായമില്ലാതെ താപം തരംഗ രൂപത്തിൽ സഞ്ചരിക്കുന്ന രീതിയാണെന്ത്? വികിരണം, റേഡിയേഷൻ. അതിന്റെ എക്സാമ്പിൾ ആണ് നമ്മുടെ സൂര്യപ്രകാശം. ഓക്കെ, അപ്പോൾ സൂര്യനിൽ നിന്ന് ഭൂമിയിലേക്ക് താപപ്രസരണം നടക്കുന്നത് റേഡിയേഷൻ വഴിയാണെന്ന് ഓർക്കുക. റേഡിയേഷൻ കൂടാതെ ചാലനം, സംവഹനം, ഇതുകൂടി ഒന്ന് ഓർത്തു വെക്കുക. ചാലനം, സംവഹനം, വികിരണം. ഓക്കെ, ഒരു യൂണിറ്റ് മാസുള്ള വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപത്തെ ഏത് പേരിൽ സൂചിപ്പിക്കുന്നു? യൂണിറ്റ് മാസുള്ള ഒരു വസ്തുവിന്റെ ഊഷ്മാവ് 1 ഡിഗ്രി സെൽഷ്യസ് ഉയർത്തുന്നതിന് ആവശ്യമായ താപം എന്താ? അതാണ് വിശിഷ്ട താപധാരിത, അല്ലെങ്കിൽ സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി എന്ന് പറയുന്നത്. സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി. സി ആണ് ഉത്തരം. എന്താ വിശിഷ്ട താപധാരിത എന്ന് പറഞ്ഞാൽ? യൂണിറ്റ് പിണ്ഡമുള്ള ഒരു വസ്തു, യൂണിറ്റ് മാസുള്ള ഒരു വസ്തു, 1 കിലോഗ്രാം മാസുള്ള ഒരു വസ്തുവിന്റെ താപനില, ഇതിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി വർദ്ധിപ്പിക്കാൻ വേണ്ട താപം. ഒരു വസ്തുവിന്റെ 1 കിലോഗ്രാം ഭാരമുള്ള ഒരു വസ്തുവിന്റെ ടെമ്പറേച്ചർ 1 ഡിഗ്രി വർദ്ധിപ്പിക്കാൻ നമുക്ക് ആവശ്യമായിട്ടുള്ള താപമാണ് എന്ത്? സ്പെസിഫിക് ഹീറ്റ് കപ്പാസിറ്റി അഥവാ വിശിഷ്ട താപധാരിത എന്ന് പറയുന്നത്. വിശിഷ്ട താപധാരിത.
ഇതുകൂടി പഠിച്ചു വെച്ചേക്കുക. ജലത്തിനാണ് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ളത്. ജലത്തിനാണ് ഏറ്റവും ഉയർന്ന വിശിഷ്ട താപധാരിത ഉള്ളത്. ഇത്രയും കാര്യങ്ങൾ ഒന്ന് പഠിച്ചു വെച്ചേക്കുക. ഇങ്ങനെ തന്നെ ചില കാര്യങ്ങൾ നിങ്ങൾ ബൈഹാർട്ട് ചെയ്യേണ്ടി വരും. ചിലത് നിങ്ങൾക്ക് അതിന്റെ കൺസെപ്റ്റ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഈസി ആയിട്ട് സോൾവ് ചെയ്യാനും പറ്റും. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങളൊന്ന് കൃത്യമായിട്ട് പഠിക്കുക. നോട്ട് തയ്യാറാക്കി തന്നെ പഠിക്കുക. ചില കാര്യങ്ങൾ കൺഫ്യൂസിങ് ആയിരിക്കും. സോ നിങ്ങൾ കൃത്യമായിട്ട് അതിന്റെ ഡിഫറൻസ് എന്താണെന്ന് എഴുതി വെച്ച്, നേരത്തെ ഫ്ലാഷ് പോയിന്റ് ഫയർ പോയിന്റ് ഒക്കെ പറഞ്ഞ പോലെ കൃത്യം ഡിഫറൻസ് എഴുതി വെച്ച് ബൈഹാർട്ട് പഠിക്കുക. എന്നിട്ട് നിങ്ങൾ ഈ ക്വസ്റ്റ്യൻസിലോട്ട് ഒന്നുകൂടി പോവുക, എങ്ങനെ സോൾവ് ചെയ്യാൻ പറ്റുന്നത് നോക്കുക. അപ്പോൾ ഇതിന്റെ ബാക്കിയുള്ള ക്ലാസ്സുകളായിട്ട് നമ്മൾ വളരെ പെട്ടെന്ന് തന്നെ വരുന്നതായിരിക്കും. ഈ എക്സാം ആകുമ്പോഴേക്ക് നമ്മൾ ഏകദേശം ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എല്ലാ ഭാഗങ്ങളും തീർക്കുന്നതായിരിക്കും. അപ്പോൾ അടുത്ത ക്ലാസ്സിൽ കാണാം. താങ്ക് യു.